സർവീസിലുടനീളം വിവാദങ്ങൾ വിരിച്ചു വരുത്തുക എന്നുള്ളത് ADGP MR അജിത് കുമാറിൻ്റെ ഒരു ഹോബിയായിട്ടാണ് മാറിയിരിക്കുന്നത്. അദ്ദേഹം കൊല്ലത്ത് SP ആയിരുന്നപ്പോഴോ ASP ആയപ്പോഴും കൊല്ലത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ ഒരു പോലീസുകാരനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെടുത്തി, ഡ്യൂട്ടി സമയത്ത് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ കേസായിരുന്നു. അദ്ദേഹം പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയൊരു കേസൊക്കെ ആയി. പിന്നെ അത് അങ്ങനെയല്ല, അത് വേറൊരു രൂപത്തിലേക്ക് പോയി. സ്വപ്നയുമായി ബന്ധപ്പെട്ടുള്ള കേസിലും അജിത് കുമാറിൻ്റെ IPSൻ്റെ പേര് വന്നു. ജയകുമാറിൻ്റെ RSS കാര്യവാഹകമായിട്ടുള്ള ജയകുമാറിനോടൊപ്പം കേന്ദ്ര RSS കാര്യവാഹകനെ കാണാൻ പോയി എന്നുള്ളൊരു വിവാദം വന്നു. ഇപ്പോഴിതാ പുതിയ വിവാദമാണ്. പത്തനംതിട്ടയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ശബരിമലയിലേക്ക് ട്രാക്ടർ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് കേസുണ്ടായി. അവസാനം ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ചരക്കിന് മാത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരു ട്രാക്ടറിൽ ഹൈക്കോടതിയുടെ വീതി നിൽക്കുമ്പോൾ തന്നെ CCTV ഒക്കെ ഇല്ലാത്തൊരു സ്ഥലത്ത് കൂടി റൂട്ടിലൂടെ പിടിച്ച് ADGP അജിത് കുമാർ ചരക്ക് വാഹനത്തിൽ ഡ്രൈവറും അജിത് കുമാറുമായിട്ട് ശബരിമല പോയിരിക്കുന്നു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ പ്രോട്ടോക്കോളും അറിയാവുന്ന ആളാണ്. മാത്രമല്ല നിയമം അറിയാവുന്നവർ തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷ എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കാഴ്ചപ്പാട്. വക്കീലന്മാർ തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന രാജ്യമാണിത്, അല്ലെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. അപ്പോൾ അതുപോലെ തന്നെ ADGP റാങ്കിൽ ഇരിക്കുന്ന ആൾ, അദ്ദേഹം IPSകാരനാണ്, ADGP റാങ്കിലുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്താണ് ശരിക്കും പറ്റുന്നത്? ഒരു വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നതാണോ? എന്താണ് അദ്ദേഹത്തിന് പറയുന്നത്? ഒരു പക്വത ഇല്ലായ്മയിൽ നിന്നാണോ ഇതൊക്കെ വരുന്നതെന്നൊരു വലിയ ചോദ്യമുണ്ട്. എനിക്ക് അദ്ദേഹവുമായിട്ട് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഞാനും അദ്ദേഹത്തോടൊപ്പം കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. പോലീസിലല്ല, ഞങ്ങൾ സെൻറ്റർ ഫോർ റിസർച്ച് സ്റ്റഡീസിൽ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കം. അദ്ദേഹം MSc ജിയോളജി റാങ്കൊക്കെ വാങ്ങി പാസ്സായ ആളാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതിനുശേഷം എർത്ത് സയൻസ് സ്റ്റഡീസിൽ ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളവിടെ തുടർന്നു. അദ്ദേഹം മറ്റൊരു ജോലി കിട്ടിയപ്പോൾ പോയി. അവിടെ നിന്നാണ് നേരെ IPSലേക്കൊക്കെ പോയി. അപ്പോൾ വളരെ മിടുക്കനാണ്. അപ്പം അത്രയും മിടുക്കനായിട്ടുള്ള, പഠിക്കുന്ന കാലത്തും റാങ്കൊക്കെ വാങ്ങി പാസ്സായി, ജോലിയിലും നല്ല മിടുക്കനായിട്ടൊക്കെ ഉള്ള ഒരു IPSകാരൻ ഈ വയസ്സ് പോകും തോറും നമുക്ക് പക്വതയാണ് വരേണ്ടത്, തിരിച്ചറിവാണ്. എന്താണ് സംഭവിക്കുക എന്നല്ല, വിവാദങ്ങളിലേക്കാണ് ചെന്നപ്പെടുന്നത്. ഇപ്പോൾ അവസാനം ഹൈക്കോടതിയിൽ നിന്നൊരു വിവാദം ഏറ്റുവാങ്ങുന്നു, പോലീസിന് കേസെടുക്കേണ്ടി വരുന്നു, ADGPക്കെതിരെ പോലീസിന് കേസെടുക്കേണ്ടി വരുന്നു. ഹൈക്കോടതി അതിരൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. ശബരിമലയിൽ ട്രാക്ടറിൽ പൊക്കൂടാ എന്നറിയില്ലേ, എന്നിട്ടും എന്തിനാണ് പിന്നെ ഈ ചരക്ക് വണ്ടിയിലുള്ള ട്രാക്ടറിൽ പോയത്? അത് ആൾക്കാർ സഞ്ചരിക്കുന്ന വാഹനമാണോ? ട്രാക്ടർ തന്നെ ആരും സഞ്ചരിക്കുന്നതല്ല, ഇനി മനുഷ്യർ സഞ്ചരിക്കുന്ന, ആളുകൾ സഞ്ചരിക്കുന്നതാണെങ്കിൽ തന്നെയും പൊറുക്കാം. ഇത് ചരക്ക് പോകുന്ന ട്രാക്ടർ അല്ലേ, എന്തിനാണ് ഇതിനകത്ത് സഞ്ചരിക്കാൻ പോയതെന്ന് പറഞ്ഞ് വലിയ വിവാദവും തർക്കവും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു തർക്കത്തിലേക്ക് ADGP പോകുന്നത്? അദ്ദേഹം എന്നും ഞാൻ പറഞ്ഞ പോലെ വിവാദങ്ങളുടെ ഒരു പുത്രനാണ്. വിവാദങ്ങൾക്ക് പിറകെ പോകും. യാതൊരു പ്രയോജനമില്ലാത്ത വിവാദങ്ങളുടെ പിറകിലാണ് അദ്ദേഹം പോകുന്നത്. സരിതയുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങൾ, സരിതയെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ കാലഘട്ടത്തിൽ വലിയ തോതിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിചാരണ ചെയ്തത്. സ്വപ്നയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസുകൾ, സ്വപ്നയെ ഇവിടെ നിന്ന് കടത്തിവിടുന്നതിന്, സ്റ്റേറ്റ് കടത്തിവിടുന്നതിന്, വാളയാർ ചെക്ക് പോസ്റ്റ് അടക്കമുള്ളതിനെ പിന്നെ ചെക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 വർഷം 10 വർഷം കൂടുമ്പോൾ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് അജിത് കുമാർ മാറുന്നത്. തീർച്ചയായും അദ്ദേഹം വളരെ സീനിയറാണ്. ഇപ്പോൾ ADGP ആണ്, DGP ഒക്കെ ആകേണ്ട ആളാണ്. അത് കഴിഞ്ഞാൽ ക്രമസമാധാനത്തിൻ്റെ പ്രധാന DGP ഒക്കെ ആകേണ്ട ആളാണ്. അപ്പോൾ ആ തരത്തിലിരിക്കുന്ന സർവീസൊക്കെ ഉള്ളൊരു വ്യക്തി ഇത്തരത്തിലേക്ക് ഒരു വൈകാരിക പ്രകടനങ്ങളിലേക്ക് പോകുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. തീർച്ചയായും അതിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അദ്ദേഹം ഇരിക്കുന്ന പദവി വളരെ വലുതാണ്. സാധാരണ ഒരു പോലീസുകാരനെ പോലെ അല്ലല്ലോ ADGP എന്നൊക്കെ പറയുന്ന വളരെ വലിയ പദവിയാണ്. ഇപ്പോഴത്തെ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ അനുരണനങ്ങൾ എന്തൊക്കെ വരുമെന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.